2019 തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ UDF-നെ സഹായിച്ചെന്ന BJP നേതാവിന്റെ ശബ്ദരേഖ തള്ളി UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. ജയരാജ് കൈമൾ ആരാണെന്നറിയില്ല, BJP-യുമായി ഒരു ബന്ധവുമില്ലെന്നും വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള പടലപ്പിണക്കത്തിൽ തന്നെ കക്ഷിയാക്കേണ്ടെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല. ഇത്തരം ആളുകളെ ഒന്നും ഞാൻ കൂട്ടുപിടിക്കാനും ഇവരോട് ചോദിക്കാനും ഒന്നും ഞാൻ നടക്കുന്ന ഒരാളല്ല. എനിക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട്. എനിക്ക് ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, അടൂർ പ്രകാശിന് BJP-യുമായിട്ട് യാതൊരു ബന്ധവുമില്ല. BJP-യുമായി ബന്ധമുള്ളവർ ആരൊക്കെയാണ് എന്ന് നേരത്തെ തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നതാണ്. എന്നാൽ BJP നേതാവ് ആരോപണം ഉന്നയിച്ചിട്ടും എന്തുകൊണ്ട് അടൂർ പ്രകാശ് കേസ് കൊടുക്കുന്നില്ലെന്നായിരുന്നു LDF സ്ഥാനാർത്ഥി വി ജോയിയുടെ ചോദ്യം. കൃത്യമായിട്ട് പറയല്ലേ എന്തുകൊണ്ട് അയാൾക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നില്ല? ഈ പറഞ്ഞ ആൾ കൃത്യമായിട്ട് പറയല്ലേ, എന്താണ് ഞാനാണ് വോട്ടർ പട്ടികയുടെ കാര്യങ്ങൾ പുറത്തു പറഞ്ഞത്, വോട്ട് പരമാവധി ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് ഞാനാണ് എന്നൊരു BJP സംസ്ഥാന കമ്മിറ്റി അംഗം അല്ലെങ്കിൽ ഓഫീസ് സെക്രട്ടറി പറയുമ്പോൾ, അങ്ങനെ അല്ലെങ്കിൽ അയാൾക്കെതിരെ ഒരു പരാതി കൊടുക്കണ്ടേ, ഒരു കേസ് കൊടുക്കണ്ടേ? ആ കേസ് കൊടുക്കാൻ ഇദ്ദേഹം തയ്യാറാണോ? എനിക്കറിയില്ല എന്ന് പറയുന്നത് അത് സാമാന്യമായിട്ട് രക്ഷപ്പെട്ടു പോകുന്നതിന് എടുക്കുന്നൊരു തന്ത്രം മാത്രമാണ്. അല്ലമീനാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അല്ലമീൻ, ഇന്നലെ ഈ വാർത്ത പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ റിപ്പോർട്ടറിനോട് ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ അടൂർ പ്രകാശ് പ്രധാനമായും എടുത്തു പറഞ്ഞത് പ്രതിരോധിച്ചത് എങ്ങനെയൊക്കെയാണ്, മാത്രമല്ല വി ജോയി എങ്ങനെയാണ് അതിനെ ആറ്റിങ്ങലിൽ രാഷ്ട്രീയ ആയുധമാക്കുന്നത്? ബിന്നിലെ ആരുടെയെങ്കിലും ശബ്ദരേഖ കൊണ്ടുവന്ന് തൻ്റെ തലയിലിടാൻ നോക്കേണ്ടതില്ല. താനുമായി സംസാരിച്ച ശബ്ദരേഖയുണ്ടെങ്കിൽ അത് പുറത്തുവിടൂ എന്നൊരു വെല്ലുവിളിയാണ് അടൂർ പ്രകാശ് നടത്തിയിരിക്കുന്നത്. ആരുടെയെങ്കിലും ശബ്ദരേഖ കൊണ്ടുവന്ന് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, പടലപ്പിണക്കങ്ങൾ അത് തൻ്റെ ചുമലിൽ ചാരേണ്ടതില്ല. ഏതാണ് ഈ ജയരാജ് കൈമൾ? അങ്ങനെ ഒരാളെ തനിക്ക് അറിയില്ല എന്ന് മാത്രമല്ല BJP പ്രവർത്തകരുടെ പിന്നാലെ സഹായം തേടി പോകേണ്ട ആവശ്യവും തനിക്കില്ല എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. അടൂർ പ്രകാശിന് BJP-യുമായി ഒരു ബന്ധവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും തമ്മിൽ ഏതെങ്കിലും പടലപ്പിണക്കമുണ്ടെങ്കിൽ അത് തൻ്റെ തലയിൽ ചാരേണ്ടതില്ല എന്നുകൂടിയാണ് അടൂർ പ്രകാശ് പറയുന്നത്. പക്ഷേ അതേസമയം ഈ വിഷയത്തെ പരമാവധി മണ്ഡലത്തിൽ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ഇടതുപക്ഷം. സ്ഥാനാർത്ഥി വി ജോയിയുടെ വാക്കുകളിൽ അത് വ്യക്തവുമാണ്. എന്തുകൊണ്ട് ഒരു നിയമ നടപടിയിലേക്ക് പോകുന്നില്ല എന്നൊരു ചോദ്യമാണ് അടൂർ പ്രകാശിന് നേരെ വി ജോയി ഉന്നയിക്കുന്നത്. പക്ഷേ അതിന് അടൂർ പ്രകാശ് പറയുന്നത് തനിക്ക് വേറെ ഒരുപാട് പണികളുണ്ട്, ഇത്തരം ആളുകളുടെ പിന്നാലെ പോകലല്ല തൻ്റെ പണി എന്നുള്ളതാണ് അടൂർ പ്രകാശ് പറയുന്നത്. ഈ ശബ്ദ സംഭാഷണത്തിന് ആധാരമായി വന്നത് കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ നിരവധി കള്ളവോട്ടുകളുണ്ട്, ഇരട്ട വോട്ടുകളുണ്ട് എന്നൊരു ആരോപണം അടൂർ പ്രകാശ് ഉന്നയിച്ചിരുന്നു. അതിന് അടൂർ പ്രകാശിനെ സഹായിച്ചതും ആ കള്ളവോട്ടുകളും ഇരട്ട വോട്ടുകളും അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയതും താനാണ് എന്നുള്ളതായിരുന്നു ഇന്നലെ ഒരു ഫോൺ സംഭാഷണത്തിൽ ജയരാജ് കൈമൾ അവകാശപ്പെട്ടിരുന്നത്. ഇന്ന് അടൂർ പ്രകാശ് വാർത്താ സമ്മേളനം വിളിച്ചത് സമാനമായൊരു സാഹചര്യത്തിലായിരുന്നു. അതായത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ള ഇരട്ട വോട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചത്. 1,64,000 ഇരട്ട വോട്ടുകൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ് ഇന്നും ആ വാർത്താ സമ്മേളനത്തിൽ അടൂർ പ്രകാശ് പറഞ്ഞത്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ അത്തരത്തിൽ ആരുടെയും സഹായം തേടിയല്ല, ബൂത്ത് തലത്തിൽ പാർട്ടി പ്രവർത്തകർ വോട്ടർ പട്ടിക പരിശോധിച്ചാണ് ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയത് എന്നുള്ളതാണ് അടൂർ പ്രകാശ് പറയുന്നത്. നാളെ അന്തിമ വോട്ടർ പട്ടിക വരുമ്പോഴും ഈ ഇരട്ട വോട്ടുകൾ തുടരുകയാണെങ്കിൽ അതിൽ നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകും. അത് പാർട്ടി പ്രവർത്തകർ പാർട്ടി സംവിധാനം ഉപയോഗിച്ച്, പാർട്ടി മെക്കാനിസം ഉപയോഗിച്ചാണ് ആ ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയത്. അതിനാരുടെയും സഹായം ഇത്തവണയോ കഴിഞ്ഞ തവണയും തനിക്ക് തേടേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നുള്ളതാണ് അടൂർ പ്രകാശ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ബിനിൽ.